ഹലോ ഗെയ്സ്, ഞാനിന്ന് ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണെന്നാണോ? ഞാൻ പോകുന്നതേ കൊല്ലത്ത് വരെ പോവുക കേട്ടോ. എന്തിനാണെന്നോ, ഇന്ന് സോപാനം ഓഡിറ്റോറിയത്തിൽ വെച്ച് ഡ്രാമ വെൽഫെയർ അസോസിയേഷൻ്റെ ഓണ പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ചിന്നക്കടയിലെത്തി ഞാനങ്ങനെ ബസ്സിൽ നിന്നൊക്കെ എഴുന്നേറ്റ് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഒരു ഓട്ടോയിൽ കയറി സോപാനം ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മളെ പുതിയകാവ് അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് തിരിഞ്ഞ് നമ്മൾ സോപാനം ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലെത്തി. അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ദിയ എന്നോടൊപ്പം ജോയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ അവിടെ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പൂക്കളം ഇട്ട് കഴിയുമ്പോൾ എൻ്റെ ചേട്ടത്തിയും പൊന്നും ഓടി ഇരിപ്പുണ്ട്. പിന്നെയും പൂക്കളം വന്നൊന്ന് കണ്ടിട്ട് പിന്നെ അടുത്ത കലാപരിപാടികളിലേക്ക് പോവാണ്. മെഴുകുതിരി അണയാതെ കൊണ്ടുപോകുന്ന കാഴ്ചയാണത് കേട്ടോ. ഞാനൊന്നിനും ജയിച്ചില്ല. പിന്നീട് അത് കഴിഞ്ഞിട്ട് സൂചി നൂൽക്കൊരുപ്പ്, അത് പൊന്നു ഫസ്റ്റ് വാങ്ങിച്ചു. ഇതെന്താണെന്നല്ലേ, ഞാൻ സുന്ദരിക്ക് പൊട്ടുകൂടാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ എങ്ങാണ്ടോട്ടൊക്കെ പോവുകയാണ്. പിന്നീട് തിരിച്ചു വന്ന് ഞാൻ താണ്ടെ നേരെ സുന്ദരിയുടെ അടുത്തേക്ക് പോവുകയാണ്. സുന്ദരിയുടെ അടുത്ത് പോയെങ്കിലും പക്ഷേ സുന്ദരിയും കഴിഞ്ഞങ്ങ് പോവുകയാണ് ഞാൻ ചെയ്തത്. പിന്നെ മനോജ് സാറിൻ്റെയും സന്തോഷും മെമ്പറേയും കണ്ടു. പിന്നീട് പൊന്നുമായിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. പിന്നെ ലെമൺ സ്പൂണ് ദിയ ഓടുന്നു. പിന്നീട് ഞങ്ങൾ ആർട്ട് ഗാലറിയിൽ പോയി കുറച്ച് ചിത്രങ്ങളൊക്കെ കണ്ടു. പിന്നീടാണ് താരങ്ങളുടെ കസേരകളി ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാരണം ഈ സ്ത്രീകളുടെ കസേരകളിയേക്കാൾ നല്ല രസമുള്ള കസേരകളി പുരുഷന്മാരുടെ തന്നെ ആയിരുന്നു. സ്ത്രീകളുടേത് ദിയയ്ക്കാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ ഈ പുള്ളിക്കാരനാണെങ്കിൽ ഒട്ടും നടക്കത്തില്ല മുന്നോട്ട്. അപ്പോൾ പുറകെ വരുന്നവരെല്ലാം ഒച്ചഴിയുന്ന കണക്ക് വരികയാണ്. ലാസ്റ്റ് ഇണക്കങ്ങളും ഒക്കെ കഴിഞ്ഞ് എന്തായാലും അവരൊരു കരയ്ക്ക് എത്തി. അത് കഴിഞ്ഞിട്ടാണ് ദിയയുടെയൊക്കെ റൊഡിയടി. അതാ വരുന്ന മോനെ ഓണസദ്യ. ഇതാണ് KM ഓണസദ്യ ആയിരുന്നു കേട്ടോ. നല്ല പായസവും എല്ലാം കൂട്ടി ഓണസദ്യയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റത്തിൻ്റെ ഒരു ബാനർ എടുക്കണ്ടേ. അങ്ങനെ ബാനറൊക്കെ എടുത്തു. പിന്നെ മുതിർന്ന പൗരന്മാരെ ആദരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. അങ്ങനെ ആദരിക്കൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ദിയയുടെ ഒരു ഡാൻസ്, അതായത് ഒരു ഫോക്ക് ഡാൻസ്. അപ്പോൾ ആ ഫോക്ക് ഡാൻസൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ പിന്നീടാണ് കലാകാരന്മാരുടെ പാട്ടുകൾ നല്ല രസമായിട്ട് അവരെല്ലാം പാടി. പക്ഷേ എടുത്തു പറയത്തക്കതാ, ഈ കുട്ടിയുടെ പാട്ട് അടിപൊളി പാട്ടായിരുന്നു കേട്ടോ. നന്നായി പാടി ആ കുട്ടി. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്ന കാഴ്ചയാണിത്. റോഡിലെത്തി പോവുകയാണ്. പിന്നീട് ഓണമല്ലേ, കുറേ ഓണവിശേഷങ്ങൾ കണ്ടോ. റോഡരികിലൊക്കെ കുറേ സാധനങ്ങളും ഒക്കെ, മാലകളും ബാഗുകളും കമ്മലുകളും അങ്ങനെയെല്ലാം. പിന്നെ കുറച്ച് മസാലക്കൂട്ടുകാരുടെ അടുത്ത് എത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് കുരുമുളകും വാങ്ങിയിട്ട് ഞാൻ ബസ്സിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്.